ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ i20 എടുത്തിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതിലിപ്പോൾ നമ്മൾ കാര്യമായ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു ലിപ്പ് ആഡ് ചെയ്യാണ്. ഓൾറെഡി ഒരു ലിപ്പ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ 3 പീസ് ഒരു ലിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിക്കേജ് DC വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വലിയൊരു ബോക്സിലാണ് സാധനം വന്നിട്ടുള്ളത്. ഞാൻ ഇതിവിടെ വെക്കാം. ഇത് സൈഡിൽ വരുന്നത്, ഇത് സൈഡ് സെന്റർ, ഇങ്ങനെ 3 പീസായിട്ടാണ് ഇത് വരുന്നത്. ജസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ ഇവിടെ ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ബമ്പറിന്റെ സ്കേർട്ട് ഏകദേശം ഒരു കാർബോർഡിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്ക്രൂ ചെയ്താൽ മതി. സിമ്പിളാണ് പരിപാടി. പക്ഷെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ കുളമാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അളവെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് സ്ക്രൂ ചെയ്യാൻ തുടങ്ങുന്നത്. എന്തായാലും ബാക്കിയുള്ള കാര്യം നോക്കാം. അതുപോലെ തന്നെ ഇതും കയറണം. കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറണ്ടേ. അപ്പൊ നമ്മള് ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അടിച്ച് പോവാണ്. 2-3 ടൈപ്പ് സ്ക്രൂ ഉണ്ടാ ഫ്രണ്ടിലേക്ക്, കുറച്ച് ഉള്ളിലേക്ക് പോവാ, കുറച്ചുകൂടെ ഇതിലടിക്കട്ടെ. എത്തൂലേ? ഇത് നിലത്ത് ടയർ എപ്പോൾ പഞ്ചറായി വെച്ചാൽ. അപ്പം ഫസ്റ്റ് സ്ക്രൂ അടിക്കാം അല്ലേ? അടിപൊളി. ഇത് ചേർന്നിട്ടുള്ള ഗ്യാപ്പ് ഒന്നും ഓക്കെ അല്ലേ? അടിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് വരുന്നത്. അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. സൈഡ് വ്യൂ കാണുവാണെങ്കിൽ, ഇതാ സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ട്. കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും, കുറച്ച് പുറത്തേക്കുണ്ട്, ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഓൾറെഡി ഇത് ലോവർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഇതും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലോവർ ആവും. ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ ഉള്ള ഒരു ശ്രദ്ധ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനത്തിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആമസോണിലാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം 2000 ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ABS മെറ്റീരിയലാണ്, ഓഫർ പ്രൈസ് ആണത്. അപ്പോൾ വെച്ചതിന് ശേഷമുള്ള ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റിൽ ഇടണം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഇനി അടുത്ത ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള മോഡിഫിക്കേഷൻ എന്താണെന്നുള്ള കൂടി കമന്റ് ഇടുവാണെങ്കിൽ നമുക്ക് അത് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.